ഹായ് ഫ്രണ്ട്സ്, സെക്കൻഡ് ലാംഗ്വേജ് എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇന്ന് 4:15 വരെയായിരുന്നു എക്സാം അല്ലേ. സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് ചില കുട്ടികൾക്ക് 4:20 വരെയൊക്കെ എഴുതാനുണ്ടായിട്ടുണ്ടാവും. അങ്ങനെയല്ലേ? നല്ല ബുദ്ധിമുട്ടായോ? എങ്ങനെയെല്ലാം എളുപ്പമായിരുന്നോ? എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയോ? എല്ലാ എക്സാമിനും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്, എല്ലാം അറ്റൻഡ് ചെയ്യണം. നമുക്ക് കൃത്യമായ ആൻസർ അറിയില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കണമെന്ന്. +1 സെക്കൻഡ് ലാംഗ്വേജ് എക്സാം കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞ കാര്യമാണ് 11 മാർക്കിൻ്റെത് എഴുതിയിട്ടില്ല എന്ന്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് 80-ൽ പിന്നെ 69-ലാണ് നമ്മുടെ മാർക്ക് ഇടുക. 69-ൽ പിന്നെ നമ്മൾ മാക്സിമം പെർഫെക്റ്റായി എഴുതിയാലും നമുക്ക് എ ഗ്രേഡ് അല്ലാണ്ട് A+ നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അതുപോലുള്ള അവസ്ഥയൊന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഹിന്ദി, സംസ്കൃത്, അറബിക്ക്, ഉറുദു, അതുപോലെ ഫ്രഞ്ചൊക്കെ എടുത്തവരുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ സെക്കൻഡ് ലാംഗ്വേജ് എക്സാം? നന്നായി എഴുതാൻ പറ്റിയോ? മലയാളംകാർക്ക് സമയം തികഞ്ഞോ? ജനറലായ ക്വസ്റ്റ്യൻസ് വന്നോ? അത് നിങ്ങൾക്ക് നന്നായി എഴുതി ഫലിപ്പിക്കാൻ വേണ്ടി പറ്റിയോ? ഒബ്ജക്റ്റീവ് ടൈപ്പ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചോ? എല്ലാം നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ചില കുട്ടികൾക്ക് ഇന്ന് ലാസ്റ്റ് എക്സാമാണ്, +2 ലാസ്റ്റ് എക്സാമാണ്. ലാസ്റ്റ് എക്സാം കംഫർട്ടബിൾ, ഹാപ്പി ആണെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും റിസൾട്ട് വരുന്നത് വരെ. അല്ല, ബുദ്ധിമുട്ടായാൽ തീർച്ചയായും നമ്മളിത് ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ ഏത് എക്സ്പീരിയൻസാണ് നിങ്ങൾക്കുള്ളത്? എന്തായാലും എങ്ങനെയായാലും ഈസി ആയാലും ബുദ്ധിമുട്ടായാലും അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട. കഴിഞ്ഞത് കഴിഞ്ഞു. എങ്കിലും നിങ്ങളുടെ ഇന്നത്തെ എക്സാം എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും A+ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.